മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. ഒന്ന്, നമ്മുടെ ഹൈക്കോർട്ട് ടെസ്റ്റിന്റെ പുതിയ ബാച്ച് ഈ വരുന്ന ജൂലൈ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഒന്നാമത്തെ കാര്യം. അത് കഴിഞ്ഞ രണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ആരാണ് ക്ലാസ്സസ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്, ഫാക്കൽറ്റി ഇൻട്രൊഡക്ഷൻ ആണ്. ആരാണ് ഡിസ്ക്രിപ്റ്റീവ് എടുക്കാൻ പോകുന്നത്, ആരാണ് സാറേ? രണ്ട് ഇപ്പൊ പറഞ്ഞതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിരുന്നു അറിയോ, നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ച്, നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ ഫില്ലായ ഒരു ബാച്ച് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണ്. തീർച്ചയായിട്ടും. അപ്പൊ അതിൽ ഒരു കാര്യം ഒന്ന് കൺഫേം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ കുറെ കുട്ടികൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഫീസ് കുറച്ച്, അതായത് മറ്റുള്ളിടത്തൊക്കെ 10,000, 15,000, 20,000 ഒക്കെ ഫീസ് വാങ്ങുന്നു. സൂപ്പർ നോട്ട്സ് എന്തുകൊണ്ടാണ് 4,999 രൂപയ്ക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ച് ചൂസ്? നമ്മുടെ വെബിനാറിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു. അപ്പൊ സൂപ്പർ നോട്ട്സിന്റെ മോട്ടോ എപ്പോഴും ഒരുപാട് കാശ് സമ്പാദിക്കുക, വലിയ ഫീസ് ഇടുക, അതല്ല സൂപ്പർ നോട്ട്സിന്റെ മോട്ടോ. ഒരിക്കലും സൂപ്പർ നോട്ട്സ് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആവത്തില്ല. അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ മോട്ടോ, മുന്നോട്ട് കൊണ്ടുപോകുന്ന നയിക്കുന്ന മോട്ടോ ഇതാണ്. ഒരിക്കലും നമ്മൾ സൂപ്പർ നോട്ട്സിൽ ഒരു വലിയ എമൗണ്ടിലൊക്കെ ഒരു കോഴ്സ് വരത്തില്ല. നമുക്ക് ആ ഒരു ലക്ഷ്യം നമുക്ക് വേണ്ട. ഓക്കെ, അതായത് വലിയ കൊള്ളലാഭം ഉണ്ടാക്കുക എന്നുള്ളതൊന്നും അല്ല നമ്മുടെ ലക്ഷ്യം. നമുക്ക് മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് കൂടി പഠിക്കാൻ പറ്റുന്ന രീതിയിൽ, എല്ലാ തരത്തിലുള്ള ആളുകൾക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ കോഴ്സ് ഓടിക്കണം. ഈ 10,000, 20,000 ഒന്നും ഈ കോഴ്സിന് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. അവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിൽ കിട്ടിയിരിക്കും. തീർച്ചയായിട്ടും. ഓക്കെ, അതായത് നമ്മൾ ഇംഗ്ലീഷ് മാത്രം കൈകാര്യം ചെയ്യുന്ന 4 ഫാക്കൽറ്റീസ് ആണ്. അതായത് വിഷ്ണു സാറ്, അതേപോലെ തന്നെ പ്രജീഷ് സാറ്, അതേപോലെ വൈഷ്ണവ് സാറ്, ഇപ്പോ വരാൻ പോകുന്ന 4 പേര് ചേർന്നാണ് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ കൊടുക്കുന്ന ഇത്രയാണ്. നിങ്ങൾക്ക് ഒരു 300+ അവേഴ്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഏതാണ്ട് 50+ അവേഴ്സിന്റെ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ദെൻ ഒരു ടെസ്റ്റ് പാക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. എല്ലാ ചാപ്റ്റർ ടെസ്റ്റും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. വൊക്കാബുലറി ക്ലാസ്സസ്, ലീഗൽ വൊക്കാബുലറി അടക്കമുള്ള ഫുൾ വൊക്കാബ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. മാത്രമല്ല ഡിസ്ക്രിപ്റ്റീവിന് നിങ്ങളുടെ ഒരു പേപ്പർ നമ്മുടെ ഫാക്കൽറ്റി വാല്യൂ ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല ബാക്കി ഒരു പേപ്പർ മെൻറ്ററും വാല്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻ സെഷൻ, കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ്. മക്കളെ, മെന്റർഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെലഗ്രാമിൽ കമന്റ് ഇടുന്നതല്ല മെന്റർഷിപ്പ്, മറിച്ച് കൃത്യമായിട്ട് നിങ്ങളെ നയിക്കും. എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്ട്രെസ് കുറയ്ക്കേണ്ടത്, എങ്ങനെ നമുക്ക് നന്നായിട്ട് പഠിക്കാം, കൃത്യമായിട്ട് മുന്നോട്ട് പോകാം, എപ്പോഴും സ്റ്റേ ഹൈ ആയിട്ട് നമുക്ക് നിൽക്കാം, മോട്ടിവേറ്റഡ് ആയിട്ട് നമുക്ക് നിൽക്കാം. ആ കാര്യങ്ങളാണ് നിങ്ങളെ കൃത്യമായിട്ട് മെന്റർഷിപ്പ് സെഷനിൽ ഗൈഡ് ചെയ്യുന്നത്. അത് നമ്മൾ രണ്ടുപേർക്കും ആ സെഷൻസ് കൈകാര്യം ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ മെന്റർഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളായി. ഇനി നമുക്ക് നേരെ നമ്മുടെ ബാച്ചിലേക്ക് പോവാം. ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എടുക്കുന്ന ഫാക്കൽറ്റി ആരാണ്, ആ ഫാക്കൽറ്റി ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് പൊട്ടിക്കാം. തീർച്ചയായിട്ടും. നമ്മുടെ ഫസ്റ്റ് ബാച്ചിലും സെക്കൻഡ് ബാച്ചിലും മിസ്സാണ് ക്ലാസ്സസ് കൈകാര്യം ചെയ്യുന്നത്. വന്നിരിക്കുകയാണ്. വന്നില്ല. അയ്യോ, വന്നില്ല. ചെറിയൊരു പ്രശ്നം വരുന്നത് ഇതാണ്. മിസ് വന്നിരിക്കുകയാണ്. നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എടുക്കാൻ പോകുന്നത് നമ്മുടെ റീമ മണവാളൻ മിസ്സാണ്. റീമ മിസ്സാണ് ക്ലാസ്സസ് എടുക്കുന്നത്. മിസ് പണ്ടോട്ടെ എന്റെ ഫ്രണ്ടാണ് മിസ്. അപ്പോൾ മിസ്സാണ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സസ് മൊത്തം കൈകാര്യം ചെയ്യുന്നത്. ഫസ്റ്റ് ബാച്ച് നോക്കുകയാണെങ്കിൽ നാളെ വൈകുന്നേരം 4 മണിക്ക് മിസ്സിന്റെ ഫസ്റ്റ് ക്ലാസ് വരെയാണ്. ഇനി സെക്കൻഡ് ബാച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ മിസ് നിങ്ങളുടെ കൂടെ കാണും. പിന്നെ ബാക്കി എന്താണ് മിസ്സിന്റെ പ്രത്യേകത? ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ്, ഇതിന് മുമ്പത്തെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ചുകളെ കൈകാര്യം ചെയ്തിട്ടുള്ള ഈ ഒരു ഇംഗ്ലീഷ് മേഖലയിൽ എടുത്തു വെക്കേണ്ടുന്ന, പ്രത്യേകിച്ച് UPSC പോലുള്ള ആ നിലവാരത്തിൽ ക്ലാസ്സുകൾ എടുക്കാൻ, CSAT-നൊക്കെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പോകുന്ന മിസ്സാണ്. അപ്പം മിസ്സിന് ആ ഒരു നോളജ് ഉണ്ട്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് കുട്ടികളെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 2 നോട്ടിഫിക്കേഷൻ അടിക്കുകയാണെങ്കിൽ ഇന്ന് ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും ഉറപ്പാണ് മിസ്സിന്റെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അത്രയും നല്ല ക്ലാസ്സസ് ആണ് മിസ്. അത്രയും മിസ് മാത്രമല്ല, നമ്മുടെ ടീം മൊത്തം ഏറ്റവും നല്ല ഫാക്കൽറ്റി. നമുക്ക് ഇത്രയും നമ്മൾ ആഗ്രഹിക്കും. ഒരു ഫാക്കൽറ്റി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഇതാണ്, ഒരു 4 സ്റ്റാറിന് മേലിൽ എപ്പോഴും ഒരു ഫാക്കൽറ്റി റേറ്റിംഗ് നമുക്ക് വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേകണക്ക് തന്നെ നല്ല നോട്ടായിരിക്കണം, നല്ല ടെസ്റ്റ് ആയിരിക്കണം. ഓക്കെ, നമുക്ക് ഇത്ര ആഗ്രഹമുള്ളൂ. ഒരു ടീച്ചർ ക്ലാസ്സിനകത്ത് എന്തൊക്കെ പറയുന്നു ആ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുള്ള പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF നമുക്ക് കൊടുക്കാൻ പറ്റണം, നല്ല ടെസ്റ്റ് പാക്ക് കൊടുക്കാൻ പറ്റണം, നല്ല സപ്പോർട്ട് കൊടുക്കാൻ പറ്റണം, കൂടെ കാണണം. ഇതാണ് നമ്മുടെ ആഗ്രഹം. ഓക്കെ, ഇതങ്ങറ്റം വരെ നമ്മൾ ഇത് ചെയ്തിരിക്കും, മുമ്പോട്ട് പോയിരിക്കും. ഓക്കെ, ഇതാണ് മിസ്സിന്റെ ഇനി നമ്മുടെ ബാച്ച്, പുതിയ ബാച്ച് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ജൂലൈ മാസം 1-ാം തീയതിയാണ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പഴയ ബാച്ച് ക്ലോസ് ആയി, ദെൻ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബാച്ചിൽ എന്തൊക്കെയാണെന്ന് കിട്ടുക എന്ന് ചോദിച്ചാൽ, ഓബ്ജക്റ്റീവ് എക്സാമിനേഷന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കാണും. അതിനോടൊപ്പം തന്നെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ, നിങ്ങളുടെ ഒരു പേപ്പർ നമ്മുടെ മിസ് നേരിട്ട് വാല്യൂ ചെയ്യുന്ന രീതിയിലേക്ക് വരും. ദെൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് അവിടെ കാണും. ഇന്റർവ്യൂ ഗൈഡൻസിന് വേണ്ടുന്ന കാര്യങ്ങളും ഈ ഒരൊറ്റ
ഒറ്റ ബാച്ചിൽ തന്നെ കിട്ടുന്നതായിരിക്കും. തീർച്ചയായും ഈ ഒരു ബാച്ചിന്റെ ഫീസ് വരുന്നത് 4,999 മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങൾ എവിടെ പോയാലും അവിടെ 10,000 20,000 ഒക്കെ ഫീസ് കാണുമ്പോൾ നമ്മൾ 4,999 രൂപയ്ക്ക് നിങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കും. എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ജോബിൻ സാറ് പറഞ്ഞ കണക്കാണ് ഒബ്ജക്റ്റീവ് ക്ലാസ്, ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സസ്, പിന്നെ ഇന്റർവ്യൂ ഗൈഡൻസ്. അതും ഇന്റർവ്യൂ, മോക്ക് എക്സാം ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും പറ്റുകയാണെങ്കിൽ ഒരു ജഡ്ജിനെ തന്നെ നമ്മൾ ഒരു ഹൈക്കോടതിയിൽ സർവേ ചെയ്തിട്ടുള്ള ഒരു ജഡ്ജിനെ തന്നെ നമ്മൾ പാനലിൽ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ കഴിഞ്ഞ സബ് ഇൻസ്പെക്ടർ ഇന്റർവ്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ ജോർജ് ജോസഫ് സാർ, അതേ കണക്കാണ് എല്ലാം IPS എടുത്ത ആൾക്കാർ തന്നെയായിരുന്നു ബാക്കിയുള്ള എല്ലാവരും. പിന്നെ അടുത്ത സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിലും ഇതാണ്ട് അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു അണ്ടർ സെക്രട്ടറി ആയിട്ട് സർവേ ചെയ്ത ആൾക്കാരാണ് ഫുള്ള് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ ആ നിലവാരം എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരുപാട് കാത്തിരിക്കരുത്, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാര്യം ഈ ബാച്ചിന്റെ പ്രത്യേകത വളരെ പെട്ടെന്ന് കുട്ടികൾ നിറയുന്ന ഒരു ബാച്ചാണ്. ഒരുപക്ഷെ ഈ ഒരു ബാച്ചും കൂടെ ഹൈക്കോടതിന് അല്ലേ നമുക്ക് സത്യത്തിൽ ഫസ്റ്റ് ബാച്ച് ആയപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഗ്യാപ്പ് ഇടാം, ഓക്കെ കുഴപ്പമില്ല, കാര്യം വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാമിൽ നമുക്കത് കൂടുതൽ ഫോക്കസ് ചെയ്യണം. പക്ഷേ ഇന്ന് തന്നെ ഒരുപാട് കുട്ടികൾ ബാച്ച് ക്ലോസ് ഇനി എങ്ങനെ ജോയിൻ ചെയ്യും അങ്ങനെ ഒരുപാട് കുട്ടികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രണ്ടാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എനിക്ക് ഇത്രേ പറയാനുള്ളൂ, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ അതിനായിട്ട് സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. അവിടെ നേരെ കോഴ്സസിൽ പോയാൽ മതി. കോഴ്സസിൽ പോകുമ്പോൾ അവിടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പുതിയ ബാച്ച്, മിഷൻ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് കാണാൻ പറ്റും. ആ ബാച്ച് ചൂസ് ചെയ്യാം. അവിടെ ബൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ പേയ്മെന്റ് മോഡിലോട്ട് പോകും. പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാച്ചിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിറ്റ് ആവാൻ പറ്റും. ഇനി അതിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ട് എങ്കിൽ ഈ കാണുന്ന 8281223366 നമ്പറിലോട്ട് വിളിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നന്നായിട്ട് പഠിച്ചോ. 1-ാം തീയതി നമുക്ക് ക്ലാസ്സിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.